ഏഡൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി സാൽമൺ ഫിഷിൻ്റെ മുള്ളും തലയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുകയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലെയുള്ള ധാരാളം ഗുണങ്ങളുള്ളവയാണ് ഈ സാൽമൺ ഫിഷ്. അധികം മസാലകളൊന്നും ഉപയോഗിക്കാതെ ഇത് കറി വയ്ക്കുകയാണ് ഏറ്റവും ബെറ്റർ. നമ്മളിന്ന് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കറി പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ കുറച്ച് മസാലകൾ ചേർത്ത് തേങ്ങാപ്പാലിലാണിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അധികം സമയമൊന്നും എടുക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് സാൽമൺ ഫിഷ്. ഇപ്പോൾ നമ്മൾ മുള്ളും തലയും മാത്രം ഉപയോഗിച്ചാണ് കറി പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റ് മീറ്റൊക്കെ മാറ്റിവെച്ച് മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റു ഫിഷുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ വളരെ എളുപ്പമായിട്ട് ഈ സാൽമൺ ഫിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. കാരണം ഇത് വളരെ സോഫ്റ്റാണ്. ഇപ്പോൾ കറി വെക്കുന്നതിനാവശ്യമായ ജിഞ്ചർ ഗാർലിക് എടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം ഒനിയനും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഫിഷിൻ്റെ മീറ്റ് പീസ് ആണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ബട്ടറിൽ മറ്റോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ഇത് മുള്ളും തലയും ആയതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഒനിയനും ഗാർലിക് ജിഞ്ചറും കൂടെ പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം സമയം എടുക്കത്തില്ല. ഇനി ഇത് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മറ്റ് ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ ഉപയോഗിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. കറി വെക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിക്കാൻ സാൽമൺ ഫിഷ് വളരെ ടേസ്റ്റിയാണ്. സാൽമൺ ഫിഷിൻ്റെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. ഒപ്പം തന്നെ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളവയാണിത്. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു അര സ്പൂൺ ടർമറിക് പൗഡറിലൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയൊക്കെ ആദ്യം തന്നെ അരച്ച് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം സമയം എടുക്കുന്നില്ല നമുക്കിതിനു വേണ്ടി. ഇനി ഈ രണ്ട് മസാലയും കൂടെ ഇതിനോടൊപ്പം വഴറ്റി ചേർത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കും. ഇതിനോടൊപ്പം ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ പുളി വേണ്ടിയവർക്ക് ഒരു കുടംപുളിയുടെ ഒരു പീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനോടൊപ്പം ഒരു കുടംപുളിയുടെ ഒരു ചെറിയ പീസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഡയറക്റ്റ് വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള കോക്കനട്ട് മിൽക്കാണ് വാങ്ങിയിരിക്കുന്നത്, അതിനാൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാനിത് കറിയാക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയതിന് ശേഷം അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കോക്കനട്ട് മിൽക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തന്നെ അരച്ചെടുത്തതാണെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള സാൾട്ട് ചേർക്കാം. കുറച്ച് നേരം ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാവൂ. കാരണം ഫിഷ് അധികം വേകാൻ മാക്സിമം 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഇത്
റെഡിയായി കിട്ടും. ഫിഷ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ പുളി കിട്ടാൻ വേണ്ടി ഞാനൊരു സ്വല്പം കുടംപുളിയുടെ ഒരു പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അധിക സമയമൊന്നും എടുത്തില്ല. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതിനോടൊപ്പം വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 1-ാം പാല് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള സാൽമൺ ഫിഷും അതിനോടൊപ്പം തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റും കൂടെ ചേരുമ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൽമൺ ഫിഷ് കറിയാണ് നമുക്ക് കിട്ടുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലുള്ള സോഫ്റ്റായിട്ടുള്ള ഫിഷൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്ന് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാൽമൺ ഫിഷ് നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും മിൽക്ക് ഫിഷൊക്കെ ഇതുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വളരെ സൂപ്പർ എന്ന് തന്നെ പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയായിരുന്നു. ഞങ്ങളെല്ലാം ഇപ്പം സാൽമൺ ഫിഷിൻ്റെ ഒരു ബിഗ് ഫാനായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും സാൽമൺ ഫിഷ് എവിടെ കിട്ടിയാലും വാങ്ങി കറി വെക്കാൻ ഉള്ളൊരു വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.